ബഹിരാകാശ യാത്രികരിൽ മസ്തിഷ്കമാറ്റം. ഒരാളുടെ ജീവിതകാലത്ത് പുതിയ പരിസ്ഥിതികൾക്കനുസരിച്ച് ഘടനയിലും പ്രവർത്തനത്തിലും മാറ്റം വരുത്തുന്ന അവയവമാണല്ലോ മസ്തിഷ്കം. ഇത്തരം മാറ്റങ്ങൾക്ക് ബഹിരാകാശവാസവും കാരണമാകുമെന്ന് ബെൽജിയം ആന്റ്വേർപ്പ് യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്യാന്തര സംഘം നടത്തിയ പഠനത്തിൽ പറയുന്നു. യൂറോപ്യൻ സ്പേസ് ഏജൻസിയും റഷ്യയുടെ റോസ്കോസുമോസുമാണ് ഈ പഠനത്തിന് വേണ്ട ധനസഹായം ചെയ്യുന്നത്. ദീർഘകാല ബഹിരാകാശ സഞ്ചാരികളുടെ മസ്തിഷ്കത്തിൽ മാത്രമേ ഇത്തരം മാറ്റങ്ങൾ സംഭവിക്കുന്നുള്ളൂ എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ബഹിരാകാശത്തെ അസ്വാഭാവിക പരിസ്ഥിതികളുമായി യോജിച്ചു പോകുന്നതിനു വേണ്ടിയാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. 172 ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞ 12 സഞ്ചാരികളിൽ MRI സ്കാൻ നടത്തിയാണ് അവർ ഈ നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. ബഹിരാകാശ യാത്രയ്ക്ക് തൊട്ടു മുൻപും അവർ ഭൂമിയിൽ തിരിച്ചെത്തിയ ഉടനെയും നടത്തിയ MRI സ്കാനിംഗ് ആണ് ഈ നിഗമനങ്ങളുടെ അടിസ്ഥാനം. കൂടാതെ ഓരോ സഞ്ചാരിയെയും തുടർന്നുള്ള മാസങ്ങളിൽ 8 സ്കാനുകൾക്ക് കൂടി വിധേയമാക്കിയ ശേഷമാണ് ഈ നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. മസ്തിഷ്കത്തിലെ അതിസൂക്ഷ്മ വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടി MRI സ്കാനിങ്ങിലെ ഫൈബർ ട്രാക്ടോഗ്രാഫി എന്ന ഇമേജിംഗ് മെത്തേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബഹിരാകാശത്ത് ഗുരുത്വബലമില്ലാത്തതിനാൽ ഭൂമിയിലേതുപോലെ ചലിക്കേണ്ട ആവശ്യം സഞ്ചാരികൾക്ക് ഉണ്ടായിരുന്നില്ല. ചലനത്തിന് നിർദ്ദേശം നൽകുന്ന മസ്തിഷ്കത്തിലെ ഭാഗങ്ങൾക്ക് ബഹിരാകാശത്തെത്തിയപ്പോൾ കാര്യമായ മാറ്റവും സംഭവിച്ചു. അതായത് പുതിയ പരിസ്ഥിതിക്ക് ആവശ്യമായ രീതിയിലേക്ക് മസ്തിഷ്കം പാകപ്പെടുകയായിരുന്നു. സഞ്ചാരികൾ ഭൂമിയിൽ മടങ്ങിയെത്തി 7 മാസങ്ങൾക്ക് ശേഷവും ഈ മാറ്റങ്ങൾ പ്രകടമായിരുന്നു. ബഹിരാകാശ യാത്രകളിൽ പേശികളുടെയും എല്ലുകളുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ദിവസേന 2 മണിക്കൂർ വ്യായാമമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് മസ്തിഷ്കത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ട വ്യായാമങ്ങൾ കൂടി ഭാവിയിൽ ഉൾപ്പെടുത്തേണ്ടി വരുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഭാവിയിൽ ദീർഘകാല ബഹിരാകാശ യാത്രികരുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാലാണ് ഈ പഠനത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്.